മഞ്ജുഷ്, ഇത് ഏത് രീതിയിലാണെങ്കിലും സർക്കാർ രണ്ട് വള്ളത്തിൽ കാല് വെച്ചിട്ട് വെള്ളത്തിൽ വീഴാനുള്ള സാധ്യതയാണ്. കാരണം അവരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും അവർ നേരത്തെ വാദിച്ചിരുന്ന വാദങ്ങളെല്ലാം തന്നെ കോടതിയുടെ 2018 ഓർഡറിൽ വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളാണ് സർക്കാരിൻ്റെ നിലപാട്. അതല്ലാതെ അഫിഡവിറ്റിലെ 4-ാമത്തെ പാരഗ്രാഫ് മാത്രമല്ല. അവിടെ എന്താണോ വാദിച്ചിരിക്കുന്നത്, കോടതി എന്തിലാണോ കൺവിൻസ്ഡ് ആയിരിക്കുന്നത്, നിങ്ങളുടെ പ്രൈമറി വാദമായിട്ട് കോടതി എന്താണോ സ്വീകരിച്ചിരിക്കുന്നത്, അതാണ് നിങ്ങളുടെ നിലപാട്. ആ നിലപാട് അന്നും ഇത് തന്നെ ആയിരുന്നുവെങ്കിൽ ഇത്ര തിടുക്കപ്പെട്ടത് നടത്തുമായിരുന്നില്ല. അപ്പോൾ അതേ സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നതാണ്, ഓർത്തഡോക്സ് ജേക്കബൈറ്റ് തർക്കം ഉണ്ടായിരുന്നു ഈ പള്ളികൾ തമ്മിൽ. അന്ന് കോടതി സുപ്രീം കോടതി എന്തായിരുന്നു പറഞ്ഞിരുന്നത്? ഈ പള്ളികളെല്ലാം തന്നെ ഓർത്തഡോക്സുകാർക്ക് വിട്ടുകൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ സർക്കാർ ഉടനെ തന്നെ എന്നാൽ ശരി, എല്ലാ പള്ളികളും ഞങ്ങൾ ഓർത്തഡോക്സുകാർക്ക് അങ്ങ് കൊടുക്കുകയാണെന്നാണോ പറഞ്ഞത്? അല്ല. സമവായം വേണം, ചർച്ച വേണം, മറ്റുള്ള ആൾക്കാരെ പാസിഫൈ ചെയ്യണം, ഇതിൽ ഏതെങ്കിലും രീതിയിൽ വർക്കബിൾ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ഉണ്ടോ എന്ന് നോക്കണം എന്നുള്ളതാണ്. ഇവിടെ അയ്യപ്പ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അതിനുള്ള സമയം കൊടുത്തില്ല എന്ന് തന്നെയല്ല, ഇതിൻ്റെ റിവ്യൂ ഘട്ടത്തിലേക്ക് വന്നല്ലോ. അത് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷമാണ്. അപ്പോൾ സോഷ്യലി ഉണ്ടായിരിക്കുന്ന എന്തൊക്കെ റിപ്പർക്കഷൻസ് ആണ് എന്നതിനെപ്പറ്റി കൃത്യമായി ബോധ്യമുണ്ടായിരുന്നിട്ടും സർക്കാർ ഈ റിവ്യൂ പരിഗണിക്കുന്ന സമയത്ത് ഇതേ ജയ്ദീപ് ഗുപ്തയോട് പറഞ്ഞിരുന്ന കാര്യം എന്താണ് എന്ന് അന്നത്തെ കോടതി ഉത്തരവിൽ പറയുന്നുണ്ട്. അത് മാധ്യമങ്ങൾ അന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അന്ന് പറഞ്ഞിരുന്നത് എന്താണ്?